ഇന്ന് നടക്കാനിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിലെ 11 എന്താകുമെന്ന് അറിഞ്ഞൂട കൂട്ടുകാരെ. തീർച്ചയായിട്ടും സഞ്ജു സാംസണെ ഇറക്കുമോ ഇല്ലേ എന്നാണ് ചോദ്യം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ ഫുൾ ഫിറ്റ് ആയിട്ടുണ്ട്. ഇതിവൃത്തങ്ങൾ അറിയിക്കുന്ന ന്യൂസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ഇറങ്ങുമെന്നാണ് പറയുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ പൂർണ്ണമായിട്ട് അഭിഷേക് ശർമ്മ ഫിറ്റിലോട്ട് വന്നിരിക്കുന്നു, ഫോമിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഗായ്സ്. എന്തായാലും 11 ഭയങ്കര ടഫ് 11 ഇന്നത്തെ 11. സഞ്ജുവോ റിങ്കുവോ എന്നാണ് ചോദ്യം. അഭിഷേക് ശർമ്മ വന്നപ്പോഴത്തേക്ക് സഞ്ജു ആണോ റിങ്കു ആണോ എന്നാണ് അടുത്ത ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു നിലപാടനുസരിച്ച് തീർച്ചയായിട്ടും റിങ്കു സിംഗിനെ മാറ്റിയിട്ട് സഞ്ജു സാംസൺ തന്നെ അവസരം കൊടുക്കണം. സഞ്ജു റിങ്കു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സഞ്ജു എന്നേ പറയുള്ളൂ തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഞ്ജു തിരിച്ച് ഫോമിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ മാച്ചിൽ തന്നെ നല്ല കോൺഫിഡൻസോടെ ബാറ്റ് ചെയ്തിരിക്കുന്നു. റിങ്കു ആണെങ്കിൽ കുറേ കാലമായിട്ട് കുറച്ച് 4-5 മാച്ചിൽ ഫോം ഔട്ടാണ്. എങ്കിലും റിങ്കുവിന്റെ ഫീൽഡിങ്ങും കൊള്ളാം. അപ്പൊ അതിനേക്കാൾ ഫീൽഡിങ്ങും ബെറ്റർ ആണ് നമ്മുടെ സഞ്ജു സാംസൺ. എല്ലാത്തിലും സഞ്ജു സാംസൺ ആണ് നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. എന്തായാലും നമുക്ക് 11 ഇന്നത്തെ 11 എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഓപ്പണിംഗ് സ്പോട്ടിൽ സഞ്ജു, അഭിഷേക് ശർമ്മ, 1 ഡൗൺ ഇഷാൻ കിഷൻ, പിന്നെ സൂര്യകുമാർ യാദവ്, പിന്നെ അത് കഴിഞ്ഞ് ഹർദിക് പാണ്ഡ്യ, അത് കഴിഞ്ഞ് ഡൂംബെ, അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും ഇന്നത്തെ 11 ഭയങ്കര എല്ലാവരും ഉറ്റുനോക്കുന്ന വല്ലാത്ത 11 ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ സഞ്ജുവിന് ഇടം കൊടുക്കുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കളി സഞ്ജു നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷെ ഈ കളിയിൽ പെർഫോം ചെയ്യണം, ഇറക്കിയാലേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് സഞ്ജുവിനെ ഇറക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. ആകെപ്പാടുള്ള ഓപ്ഷൻ റിങ്കു സിംഗിനെ മാറ്റി നിർത്തുക, അവിടെ സഞ്ജു സാംസൺ പ്ലേസ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ.